ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ. അപ്പോൾ എല്ലാവരും ബുക്കും പേനയും കാൽക്കുലേറ്ററും കയ്യിൽ റെഡിയാക്കി വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്താണ് പഠിച്ചത്, ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ട് മെത്തേഡ്സ് നമ്മൾ ശരിക്കും പഠിച്ചത്. അതായത് നമ്മുടെ ഐട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ആദ്യം പഠിച്ചു. ജാക്കോബി മെത്തേഡ്. അതെ, ജാക്കോബി മെത്തേഡും ഗോസ് സീഡൽ ഐട്രേഷൻ മെത്തേഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യമേ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്തു. അതിനുശേഷം ഐഗൻ വാല്യൂ മെട്രിക്സ്, അതായത് ഐഗൻ വാല്യൂസും ഐഗൻ വെക്റ്റേഴ്സും കണ്ടുപിടിച്ചു. അത് നമ്മുടെ നോർമൽ മെത്തേഡ്, അതായത് നമ്മുടെ സിമ്പിൾ മാത്തമാറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇനി നമുക്ക് ഐഗൻ വാല്യൂവും ഐഗൻ വെക്ടറും കണ്ടുപിടിക്കാൻ ഒരു പുതിയ മെത്തേഡ് ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് പവർ മെത്തേഡ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഹെഡിങ് പവർ മെത്തേഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡിറ്റർമിൻ ദി ലാർജസ്റ്റ് ഐഗൻ വാല്യൂ ആൻഡ് ദി കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റർ. ആരോ വന്നെന്ന് തോന്നുന്നു. ഓക്കെ. Determine the largest eigenvalue and the corresponding eigenvector of the matrix 5, 4, 1, 2. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 5, 4, 1, 2 ഒരു 2x2 മെട്രിക്സ് ആണ്. എപ്പോഴും ഐഗൻ വാല്യൂസും ഐഗൻ വെക്റ്റേഴ്സും ഉള്ളത് സ്ക്വയർ മെട്രിക്സിനായിരിക്കും. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്ന ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണ്. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ മെട്രിക്സ് 5, 4, 1, 2 വരെ ഉള്ളൂ. ഇനി നമ്മൾ ആൻസർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും ഇതൊരു പവർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഐട്രേഷൻ മെത്തേഡാണ്. ഓക്കെ. അപ്പോൾ ഐട്രേഷൻ മെത്തേഡിൽ നമ്മൾ ഇവിടെ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആയിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ എടുക്കും. ആ വെക്ടറിൻ്റെ ഇനീഷ്യൽ വാല്യൂ 1, 0 ആണ്. ഓക്കെ. അപ്പം ഇത്ര എഴുതുക. ഇനീഷ്യൽ അപ്രോക്സിമേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 1, 0. ഓക്കെ. ഇനി ഞാൻ നേരത്തെ ഐഗൻ വാല്യൂവിനെ കുറിച്ച് അതിൻ്റെ തിയറി പോർഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോഴും ഐഗൻ വാല്യൂ മെട്രിക്സ് എന്ന് പറയുന്നതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു എക്സ് വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ്. ഇതാണ് എപ്പോഴും ഐഗൻ വാല്യൂ മെട്രിക്സിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ് എ മെട്രിക്സ്. അത് 5, 4, 1, 2 ആണ് നമ്മുടെ തന്നിരിക്കുന്ന എ മെട്രിക്സ്. സോ ആ മെട്രിക്സ് നമ്മൾ ആദ്യം എഴുതി. ഇനി ഇനീഷ്യൽ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഏതാണ്? എക്സ് ഈക്വൽ ടു 1, 0. ഞാൻ 1, 0യും അവിടെ എഴുതി. അപ്പം ഇനിഷ്യലി എക്സ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഐഗൻ വെക്ടർ. ഞാൻ ഇനീഷ്യൽ അപ്രോക്സിമേഷനായിട്ട് ഐഗൻ വെക്ടർ 1, 0 എടുത്തു. ഓക്കെ. ചില കേസസിൽ ഇത് 1, 1ഉം എടുക്കാറുണ്ട്. ഓക്കെ. ഏതെടുത്താലും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ സെയിം തന്നെ വരുത്തുള്ളൂ. ഓക്കെ. അപ്പം ഇവിടെ ഞാൻ ഇനീഷ്യൽ അപ്രോക്സിമേഷനായിട്ട് 1, 0 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. 5, 4, 1, 2 ഇൻറ്റു 1, 0. അപ്പോൾ നമുക്കറിയാം രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 5 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 0. അപ്പോൾ എന്ത് വരും? 5 വരും. ഇനി 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0. അപ്പോൾ എന്തൊരു ആൻസർ? 1 വരും. സോ ആദ്യം നമുക്ക് കിട്ടിയ വെക്റ്റർ 5, 1 എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആയ എല്ലാവർക്കും?
ഓക്കെ, ഇപ്പം നമുക്ക് ഈ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കിട്ടിയെന്ന് പറയുന്നത് എന്ത് ഫോമിലാണ് കിട്ടിയേക്കുന്നത്? ലാംഡ ഇൻറ്റു എക്സ് എന്ന ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എപ്പോഴും നമ്മുടെ ഐഗൻ വെക്ടറിൽ ഞാൻ പറഞ്ഞു, ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷനാണ്. ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് നമുക്കിപ്പം 1ന്റെ ടേംസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂമറിക്കലിൻ്റെ ടേംസിലുള്ള ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം എ ഇൻറ്റു എക്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു സിമ്പിൾ വെക്ടറാണ് കിട്ടിയത്. 5 1 എന്ന് പറയുന്നൊരു വെക്ടറാണ് കിട്ടിയത്. പക്ഷേ അതിൽ നിന്നും ഞാൻ അതിലെ ലാർജസ്റ്റ് വാല്യൂ കോമൺ ആയിട്ട് എടുക്കും. അതിലെ ലാർജസ്റ്റ് വാല്യൂ ഏതാണോ അത് ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ 5 എടുത്തപ്പോഴത്തേക്കും ബാലൻസ് എന്ത് വന്നു? അവിടെ 1ഉം 1/5 എന്ത് വരും? 1/5 എന്ന് പറഞ്ഞാൽ 0.2. ഒന്നിൽ 1/5 എന്ന് എഴുതുക, അല്ലെങ്കിൽ 0.2 എന്ന് എഴുതുക, ഏതായാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം എനിക്ക് കിട്ടിയ വെക്ടറിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 5 ഇൻറ്റു 1 0.2 എന്ന ഫോമിലേക്ക് ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ലാംഡ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഫോമാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പം ഈ 5 എന്ന് പറയുന്നത് ലാംഡ മീൻസ് ഇറ്റ് ഈസ് ദി ഐഗൻ വാല്യൂ ആൻഡ് ദി കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ ഈസ് 1 0.2. ഇത് ഒന്നാമത്തെ ഐട്രേഷൻ ആയിട്ടേ ഉള്ളൂ. ഈ ഐട്രേഷൻ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകണം. സോ എന്ത് ചെയ്യും നമ്മൾ? അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഇനിഷ്യൽ മെട്രിക്സ് എ മെട്രിക്സ് എന്ന് പറയുന്നത് 5 4 1 2 ആണ്. അതിൻ്റെ കൂടെ ഈ കിട്ടിയ ഐഗൻ വെക്ടറിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. 1 0.2 1 0.2. സോ എ മെട്രിക്സ് ഇൻറ്റു പുതിയ എക്സ് മെട്രിക്സ്, ഇതാണ് പുതിയ എക്സ് മെട്രിക്സ്. സോ 5 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 0.2 5.8 കിട്ടും. 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0.2 1.4 കിട്ടും. സോ നമുക്ക് വീണ്ടും പുതിയ ലാംഡ ഇൻറ്റു എക്സ് ആണ് ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത്, ലാംഡ ഇൻറ്റു എക്സ്. അതിൽ നിന്നും ലാർജസ്റ്റ് വാല്യൂ ഞാൻ കോമൺ ആയിട്ട് എടുത്തു, അതാണ് എൻ്റെ ലാംഡ. ബാലൻസ് എന്ത് വരുന്നോ അതാണ് നമ്മുടെ എക്സ്. ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും വരെ മനസ്സിലായോ? പോയോ എല്ലാവരും? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്തോ എല്ലാവരും? ഇനി ബാക്കി സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതായത് വീണ്ടും എ മെട്രിക്സിൻ്റെ കൂടെ ഈ പുതിയ എക്സ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. എവിടെ വരെ കണ്ടിന്യൂ ചെയ്യണം? എവിടെ വരെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറ. ലാംഡയും എക്സും രണ്ടും സെയിം ആണ്. ഈ ലാംഡ വാല്യൂ അടുപ്പിച്ചുള്ള ഈ ലാംഡ വാല്യൂയും അടുപ്പിച്ചുള്ള ഈ എക്സ് വാല്യൂയും സെയിം ആവുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്തോ? ചെയ്ത് ഫൈനൽ ആൻസർ പറ.
എല്ലാവരും പ്രസൻ്റ് ആണോ? ശ്രുതി പ്രസാദ് ആബ്സെന്റ് ആണെന്ന്. ശ്രുതി പ്രസാദ് കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നല്ലോ. ഇന്നും ആബ്സെന്റ്. പാട്രിക് ഈ ഇലക്റ്റീവ് അല്ലല്ലോ, മറ്റേ ഇലക്റ്റീവ് അല്ലേ? മറ്റേ ഇലക്റ്റീവ്. സാർ ഇതിന്റെ ആൻസർ 5.99 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇറ്ററേഷനിൽ അത് 6 ആവും. മനസ്സിലായില്ലേ? മറ്റേത് 1.25 വരും. അപ്പം നമ്മുടെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത്, അപ്പം നമുക്ക് അവസാനം കിട്ടുന്നതിനകത്ത് ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് 6ഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് 1 0.25 ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡിൽ നേരത്തെ ചെയ്തതായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ അവിടെ നമുക്ക് ലാർജസ്റ്റ് ഐഗൻ വാല്യൂ എന്ത് വന്നത്? ലാർജസ്റ്റ് ഐഗൻ വാല്യൂ 6ഉം വന്നു, അതിന് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ 4 എന്നാ വന്നത് അല്ലേ? കണ്ടോ 4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക്, ഞാൻ പറയില്ലേ, നമുക്ക് ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റേഷ്യോ ആയിരിക്കും. അപ്പോൾ 1 0.25 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് സെയിം തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് പവർ മെത്തേഡ്. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഗേൾസ് ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. മനസ്സിലായോ ഐഫ? മനസ്സിലായോ? ക്ലിയർ ആയി സർ. ഫ്ലോറി? ക്ലിയർ ആയി സർ. നമിത? നമിത, റേച്ചൽ, ഈ മെത്തേഡ് ക്ലിയർ ആയോ? കംപ്ലീറ്റ് ചെയ്യാൻ ആരെല്ലാം ഉണ്ടോ? ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേൾക്കുന്നുണ്ടോ? വെൽക്കം സർ. ശരി ശരി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. കാര്യം എനിക്കറിയാം നിങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫൈൻഡ് ദി ലാർജസ്റ്റ് ഐഗൻ വാല്യൂ ആൻഡ് ദി കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ ഓഫ് ദി മെട്രിക്സ്. മെട്രിക്സ് ഇതാണ്. നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ വായിക്കാം. 2 -1 0 -1 2 -1 0 -1 2. Find the largest eigenvalue and the corresponding eigenvector of the matrix 2 -1 0 -1 2 -1 0 -1 2.
using power method, take the initial eigenvalue as 100 transpose. Question clear ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ. അപ്പം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ആദ്യം നമ്മൾ എ മെട്രിക്സ് എഴുതി 2 -1 0 -1 2 -1 0 -1 2. ഇനീഷ്യൽ അപ്രോക്സിമേഷൻ 100 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ചില കേസിൽ 111 എടുക്കാൻ പറയും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 100 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് 100 എടുത്തു, മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനകത്ത് നിന്നും ഹയസ്റ്റ് വാല്യൂ പുറത്തെടുത്തു, ബാലൻസ് അതുപോലെ എഴുതി. അടുത്ത ഇറ്ററേഷനിൽ ഇതാണ് എൻ്റെ പുതിയ എക്സ് മെട്രിക്സ്. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് ഫൈനൽ ആൻസർ പറയുക. എത്രയും പെട്ടെന്ന് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ചെയ്യാം സർ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്യണം. ഞാൻ എല്ലാവരെയും കണ്ടിട്ട് ഒത്തിരി ആളായി. ഓൺ ചെയ്യാൻ പറ്റുന്നവർ. സന്ദീപ്, എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? സാജിദ് എന്താ പറയുന്നു? നിങ്ങളുടെ മറ്റേ സെമിനാറിന്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയോ? സെമിനാർ നാളെ സ്റ്റാർട്ട് ചെയ്യും. എന്റെ ഗൈഡൻസ് ഉള്ളവരൊക്കെ ഒന്ന് കറക്റ്റ് അതിന്റെ PPT ഒക്കെ അയച്ചു തരണേ. എനിക്ക് കറക്റ്റ് ആരൊക്കെയാന്ന് പോലും അറിയാൻ വയ്യ. എല്ലായിടത്തും ഒന്ന് ഇൻഫോം ചെയ്തേക്കണേ. പ്രസന്റേഷൻസ് ഗൈഡ് അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. PPT ഗൈഡ് അപ്രൂവ് ചെയ്താൽ മാത്രമേ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യത്തില്ല. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലായിടത്തും ഇൻഫോം ചെയ്തേക്കണേ.
ചെയ്ത് കഴിഞ്ഞാലും എല്ലാവരും ഊണൊഴിക്കാൻ പോകാൻ തോന്നുന്നു. ഇല്ല സാർ, സ്റ്റെപ്പ് ഇത് വലിയ ഹൈഡ്രേഷൻ കൂടുതലാണ് അങ്ങനെ. നിങ്ങളെ ഇതിനകത്തൊരു സിമ്പിൾ മെത്തഡ് ഉണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും കുറച്ച് നേരത്തേക്ക് ഒന്ന് കാൽക്കുലേഷൻ നിർത്തിയിട്ട് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കാവോ എല്ലാവരും? അതിനകത്ത് നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്തത്. എങ്ങനെയാണ് 2 × 1 + -1 × 0 അങ്ങനെ ആയിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ആദ്യമേ ഈ മെട്രിക്സിന്, അതായത് നമ്മുടെ എ മെട്രിക്സിന് മെട്രിക്സ് എ എന്നും പറഞ്ഞ് സ്റ്റോർ ചെയ്യുക. 2 -1 0 -1 2 -1 0 -1 2 എന്ന് പറയുന്ന മെട്രിക്സ് എ ആയിട്ട് സ്റ്റോർ ചെയ്യുക. അത് 3/3 മെട്രിക്സ് ആണ്. ഇനി രണ്ടാമത്തെ മെട്രിക്സ്, അതായത് 1 0 0 എന്ന് പറയുന്നത് മെട്രിക്സ് ബി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതിൻ്റെ ഡിഗ്രി എത്രയാണ്? നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആദ്യം പറയുന്ന നമ്പർ ഓഫ് റോസും രണ്ടാമത് പറയുന്ന നമ്പർ ഓഫ് കോളംസും ആണ്. സോ നമ്പർ ഓഫ് റോസ് എത്രയാണ് ഇവിടെ? 3. അപ്പോൾ ഇതൊരു 3/1 മെട്രിക്സ് ആണ്. അത് മെട്രിക്സ് ബി എന്നും പറഞ്ഞ് സ്റ്റോർ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, മെട്രിക്സിൻ്റെ കമ്പ്യൂട്ടേഷൻസ് ചെയ്യുന്നത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല വീഡിയോസ് കിടപ്പുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ മോഡൽ നോക്കിയിട്ട്, നിങ്ങളുടെ കാൽക്കുലേറ്ററിൻ്റെ മോഡൽ നോക്കിയിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ കിടപ്പുണ്ടത്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എ ഇത് മെട്രിക്സ് ബി. ഇനി കാൽക്കുലേറ്ററിൽ നിങ്ങൾ മെട്രിക്സിൻ്റെ ഓപ്ഷൻസ് എടുത്തിട്ട് മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെട്രിക്സ് ആൻസർ എന്നും പറഞ്ഞത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കിട്ടുന്ന മെട്രിക്സ് ആൻസർ എന്ന് പറയുന്നത് 2 -1 0 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ ഓഫ് ചെയ്യരുത്. അല്ലാതെ തന്നെ നിങ്ങൾ ആ സി ബട്ടൺ ഞെക്കുക. കാൽക്കുലേറ്ററിൻ്റെ ഓഫ് ചെയ്ത് കളയരുത്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ഇറേസ് ആയി പോകും. സി ബട്ടൺ ഞെക്കുക. മെട്രിക്സ് ആൻസർ ഡിവൈഡഡ് ബൈ 2. അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്, മെട്രിക്സ് ആൻസർ ഡിവൈഡഡ് ബൈ 2. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടോ? സാജിദും സന്ദീപും മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഒന്നും പറയുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ആണോ? ഞാൻ എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്നുകൂടെ ക്ലാസ് റൂമിൽ ഇടാം. ബാക്കിയുള്ളവരും ആരെങ്കിലും ഗേൾസ് ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയുന്നില്ല. അതാ കേൾക്കുന്നുണ്ട് സർ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഐഫ? ഓക്കെ, അപ്പൊ നിങ്ങൾ മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെട്രിക്സ് ആൻസർ കിട്ടും. മെട്രിക്സ് ആൻസർ എന്ന് പറയുന്നത് 2 -1 0 ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞു, നമ്മുടെ കിട്ടുന്ന കോളം മെട്രിക്സിൻ്റെ ഹയസ്റ്റ് വാല്യൂ, ലാർജസ്റ്റ് വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെട്രിക്സ് ആൻസർ ഡിവൈഡഡ് ബൈ 2. മെട്രിക്സ് ആൻസർ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 - 0.50 ആയിരിക്കും. ഇതാണ് നിങ്ങളുടെ പുതിയ മെട്രിക്സ് ആൻസർ. മെട്രിക്സ് ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന കോളം മെട്രിക്സ് ആണ് നിങ്ങളുടെ പുതിയ മെട്രിക്സ് ആൻസർ. MATANS എന്നായിരിക്കും അതിൽ കിടക്കുന്നത്. MATANS എന്നായിരിക്കും അതിൽ കിടക്കുന്നത് കാൽക്കുലേറ്ററിൽ. ഞാൻ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ വേണമെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ
ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള 2 മെട്രിക്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് മെട്രിക്സുകൾ പറയാവോ? മെട്രിക്സ് എയും ഇപ്പം ഫൈനലി കിട്ടിയ ആൻസർ, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ, അത് രണ്ടുമാണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ സ്റ്റോറായി കിടക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള 2 മെട്രിക്സുകൾ അതാണ്. വീണ്ടും നിങ്ങൾ മെട്രിക്സിൻ്റെ ഓപ്ഷൻ എടുക്കുക, മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ആൻസർ ചെയ്യുക. ക്ലിയർ ആയോ? മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ആൻസർ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് ആൻസർ ആയിരിക്കും, പുതിയൊരു മെട്രിക്സ് ആൻസർ കിട്ടും. അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ഏതാ? 2.5. അപ്പം വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെട്രിക്സ് ആൻസർ ഡിവൈഡഡ് ബൈ 2.5. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുതിയൊരു മെട്രിക്സ് ആൻസർ കിട്ടും. ഈ ചെയ്യുന്ന സ്റ്റെപ്പുകളെല്ലാം എഴുതി പോകണം. കാൽക്കുലേറ്ററിൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്റ്റെപ്പ് വിഴുങ്ങി കളയരുത്. കാര്യം സ്റ്റെപ്പിനെല്ലാം മാർക്കുള്ളതാണ്. ഓരോ സ്റ്റെപ്പും എഴുതി തന്നെ പോകണം. ഈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകൾ എഴുതി പോകണം. 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ മെട്രിക്സ് എന്താണ്? 1 - 0.8 0.2. അപ്പം പുതിയ മെട്രിക്സ് ആൻസർ ഏതാ? ഇതാണ് എൻ്റെ പുതിയ മെട്രിക്സ് ആൻസർ. എക്സ് എന്ന് പറയുന്ന പുതിയ വാല്യൂ എന്ന് പറയുന്നത് മെട്രിക്സ് ആൻസർ ആണ്. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ആൻസർ, വീണ്ടും പുതിയ മെട്രിക്സ് കിട്ടും. അതിനകത്ത് 2.8 ആണ് വലിയ വാല്യൂ. അതിനെ ഡിവൈഡ് ചെയ്യുമ്പം അടുത്ത വാല്യൂ കിട്ടും. ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ചിലപ്പോൾ ഒരു 8 or 9 സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ എളുപ്പം മെത്തേഡ് മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ അത് പേപ്പറിൽ എഴുതി തന്നെ പോകണം. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിന് മാർക്ക് കിട്ടത്തില്ല. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയോ? ഗേൾസിനൊക്കെ ക്ലിയർ ആയോ? ഐഫ, ശ്രുതി റെസ്പോണ്ട് ചെയ്തു. ഇവരൊക്കെ ഇവിടെ പോയി? ഫ്ലോറി, നമിത, അഞ്ജിത, റേച്ചൽ. ഓക്കെ. ഞാൻ ജസ്റ്റ് ആ യൂട്യൂബിൽ അന്ന് കാണിച്ച വീഡിയോ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാൽക്കുലേറ്റർ 2 മോഡൽസ് ഉണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പം പുതിയ മോഡലായിരിക്കും അല്ലേ, ES ആയിരിക്കും കൂടുതലും തോന്നുന്നു. അപ്പം ഞാൻ ESൻ്റെ വീഡിയോ ആദ്യം കാണിക്കാം, അതിനുശേഷം FXൻ്റെ കാണിക്കാം. You can fix stuff or break stuff via coding. Coding is just great. My name is Arashi Shah. In this video I'm going to show you how to do matrix multiplications using Casio FX991 ES+. And this calculator is very good for matrix operations. So we're going to look at multiplying 2 very simple matrices. These are the 2 here. So we've got A is just 1, 2, 3 on each line. We're going to multiply it by B, which will just stick as the identity matrix,
to make things as simple as possible. So to access the matrix mode, we press mode, Solve the matrix using calculator. Matrix multiplication. See, here is two matrix of the order 3 into 3. One is 1, 2, 4, 3, 5, 3, 6, 5, 7, 6, 8. Second is 2, 3, 4, 1, 6, 0, 1, 9, 2. Now, you have to multiply these two matrices. How you will multiply using calculator. See, this is calculator of 991 ES Plus. First of all, on the calculator. Calculator is on the calculator. Now press the mode button. When you press the mode button, then you will see this option: complex, second is complex, third is stat, fourth is base, and 5 is equation, 6 is matrix. Here 6 is matrix, so press button 6. 6 button will be pressed. When you press button 6, then you get 3 options. One is matrix A, 2 is matrix B, 3 is matrix C. Then press 1. When you select 1, then matrix A is selected of order 3 into 3, 3 into 2, 3 into 1, 2 into 3, 2 into 2, and 2 into 1. Here is 3 into 3 matrix. 3 into 3 matrix is multiplied with 3 into 3 matrix. So press 3 into 3, and 3 into 3 option is in the 1. So press button 1. 1 is pressed, then the column is rows and column of the matrix will be shown, and then fill this with the values. Give the values to the matrix. Here is 1, 2, 4, 3, 5, 6, 7, 6, 8. Fill these values in this. Hence 1, type 1, then press equal to. So 1 is loaded. Second is 2. Press 2, then press equal to. 2 is loaded C. And similarly 4. Press 4, then press equal to. Similarly fill the values. 3 equal to 6 equal to 5 equal to 7 equal to 6 equal to 8, finally 8, then press equal to. So value is loaded in the matrix 1, 2, 4, 3, 6, 5, 7, 6, 8. Now fill matrix A is loaded in the calculator. Now you have to load matrix B in the calculator. Then press on button. On button. Now press shift. After pressing shift, then in the 4 you will see matrix option. Then press 4 button. When you press 4 button, then you see this option. Now press 1 for the dimension. Press 1 for the dimension. In the matrix A you have filled the data. Now press 2 for the matrix B.
matrix B, and matrix B is also 3 into 3. Matrix B is also 3 into 3. 2, 3, 4, 1, 6, 0, 1, 9, 2. Fill these values in the calculator. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Press 1 button. ഇവിടെ രണ്ടാമത്തെ മെട്രിക്സ് 3/3 മെട്രിക്സ് ആണ് അവർ കാണിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് 3/1 ആണ്. 2 equal to 3 equal to 4 equal to ക്ലിയർ ആയോ? equal to 6 equal to 0 equal to 1 Okay. equal to 9 equal to 2 equal to. So value is loaded in matrix A and B. Now multiply the matrix A and B. In the calculator, value of A and B is loaded. Now final step is multiplication. Now press shift button, shift, and then press 4, matrix in 4. You will see these option: dimension, data, 3 is matrix A and 4 is matrix B. Then press 3 matrix. When you press 3, then matrix A is displayed in the screen. Now you have to multiply, then press multiplication button. Matrix A multiply, and now load matrix B. Shift, press 4. Matrix B is in 4, so press 4 button. You will see matrix A multiply by matrix B. Now finally press equal to. When you press equal to, then you will see the output, the result of the matrix A and B. 8, 51, 12, 17, 90, 22, 28, 129, 44, 28, 129, 44. So from this you can multiply matrix A and matrix B using calculator easily. Thank you. അപ്പോൾ എല്ലാവരും ഇത് കണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ കണ്ടവർക്കൊക്കെ? സന്ദീപേ, സൗരവ്, ദേവ, ഗോപി, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇനിയുള്ള എല്ലാ മെത്തേഡ്സും, നമ്മളിനി ഈ സബ്ജക്റ്റിൽ പഠിക്കുന്ന എല്ലാ മെത്തേഡ്സും ഇതുപോലുള്ള മെട്രിക്സിൻ്റെ മെത്തേഡ്സ് ആണ്. അത് മാത്രമല്ല, സന്ദീപ മൈക്കോഫി ഇനി നമ്മൾ മെട്രിക്സ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇതിൽ മാത്രമല്ല, നമ്മുടെ ഇലക്റ്റീവിൽ മാത്രമല്ല, നമ്മുടെ SA3-ക്കകത്ത് സ്ട്രക്ചർ അനാലിസിസ് 3 എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സെമ്മിൽ നമ്മൾ പഠിക്കുന്ന മെത്തേഡ്സ് എല്ലാം മെട്രിക്സ് മെത്തേഡ്സ് ആണ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, സ്റ്റിഫ്നെസ് മെട്രിക്സ്, ഇതെല്ലാം നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഫുള്ള് മെട്രിക്സിൻ്റെ കളികളാണ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ കമ്പ്യൂട്ടേഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഇനി ഇത് നമ്മുടെ FX 991 ES ആണ്, അതായത് കുറച്ച് അഡ്വാൻസ്ഡ് മോഡലാണ്. ഇതിൻ്റെ തൊട്ട് താഴത്തെ മോഡലുണ്ട്. തൊട്ട് താഴത്തെ മോഡൽ ആരുടെയെങ്കിലും ഉണ്ടോ? സാധാ കാൽക്കുലേറ്റർ ഇതുപോലെ മെട്രിക്സ് കാണിക്കത്തൊന്നുമില്ല. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ അത്? FX 991.
എല്ലാവരും യൂസ് ചെയ്യുന്നത് പുതിയ മോഡൽ തന്നെയാണോ? ഈ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണോ എല്ലാവരും യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റർ? ആരെങ്കിലും പഴയ മോഡൽ യൂസ് ചെയ്യുന്നുണ്ടോ? പഴയ മോഡൽ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചത് ഏത് മോഡലാണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നെറ്റ് കുറച്ച് സ്ലോ ആണ് കേട്ടോ. ഈ മോഡൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഈ മോഡൽ Today we are going to see matrix multiplication using FX991 MS calculator. So we have A and B matrices of the order 3 by 3 and 3 by 3. These can be multiplied as the number of columns of A is equal to number of rows of B. So let us see how to multiply them in a calculator. First we need to change the mode. We need to on the calculator. Let us change the mode to matrix. Press the mode button thrice, 3 times, then you can see mat. Mat means matrices. Press 2. So the mode is set to matrix. Let us dimension the matrix. Press shift 4. So you can ഈ മോഡൽ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഞാൻ പണ്ട് ഞങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്ന ഈ മോഡലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇത് കുറച്ചും കൂടി പാടാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിനെക്കാട്ടി കുറച്ചും കൂടി പാടാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പം ബാക്കി എല്ലാവർക്കും പുതിയ മോഡലാണെങ്കിൽ ഏറ്റവും നല്ലത്. മറ്റേതിൻ്റെയും വീഡിയോ നെറ്റിൽ കിടപ്പുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് ഈ ഒരു സെമ്മിൽ ഏറ്റവും അത്യാവശ്യം ആവശ്യമുള്ളത്. മെട്രിക്സിൻ്റെ കാൽക്കുലേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇൻവേഴ്സ് എടുക്കുന്നതുണ്ട്, ട്രാൻസ്പോസ് എടുക്കുന്നതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ഒരു സെമ്മിൽ നമ്മൾ SA 3-ക്കകത്തും നമ്മുടെ ഇലക്റ്റീവിനകത്തും ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. അപ്പം ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക, ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ പറയുക. പെട്ടെന്നാവട്ടെ. ആൻസർ 3.41 വെക്ടർ 0.74 -1 0.6 ആണ്. കറക്റ്റ് ആണ്. ബാക്കിയുള്ളവരെല്ലാം ചെയ്യുക, ഒരാൾ മാത്രമേ ആൻസർ പറഞ്ഞോളൂ. നിങ്ങളുടെ ബാക്കി സബ്ജക്റ്റുകളൊക്കെ എവിടം വരായി? ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയല്ലോ. ക്വാണ്ടിറ്റി സാറിന് 2 മൊഡ്യൂളാണ്ട് കഴിയുന്ന ഇതായിരുന്നു സാർ. അതാരാ ജോബിനല്ലേ എടുക്കുന്നത്? എൻവയോൺമെന്റിൽ ഒരു മൊഡ്യൂൾ. ജോബിൻ സാർ. പിന്നെ എൻവയോൺമെന്റിൽ ഇത് കണക്ക് 2ാമത്തെ മൊഡ്യൂള്
സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ. ട്രാൻസ്പോർട്ടേഷനും സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോ SA3 എലക്റ്റീവ് ഉള്ളെന്ന് തോന്നുന്നു. അതാണ് ബാക്കിയെല്ലാം കഴിഞ്ഞു. ഒന്നാമത്തെ പടികൾ ഫിനിഷ് ആയി. നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? സീരീസിന്റെ കാര്യം? ഇല്ല, ഒന്നും ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഒക്ടോബറിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. SA3 നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ പോകത്തില്ല, കാരണം അത് കുറച്ച് പതുക്കെ പോകത്തുള്ളൂ. ബാക്കിയൊന്നും കുഴപ്പമില്ല. എലക്റ്റീവ് ഇപ്പം ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ SA3 ഇത് കണക്ക് ആ മെത്തേഡൊക്കെ കുറച്ച് എനിക്ക് ഡൗട്ട് ഉണ്ടല്ലോ. ഇല്ല, രാവിലെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഇല്ല, അടുപ്പിച്ച് ഇത് കണക്ക് ജംഗ്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചില്ലായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ല, അത് SA3 വേറെ പ്രശ്നം എന്ന് അറിയോ? SA3ക്ക് ശരിക്കും പറഞ്ഞാല് വലിയ സിലബസാ. SA3 എന്ന് പറഞ്ഞാൽ നമുക്ക് 6 മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ SA3 നമുക്ക് ഇപ്പം ഈ ഇലക്റ്റീവ് ചെയ്യുന്ന കണക്ക് നമുക്ക് എല്ലാം ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SA3 ഞാൻ പറയുന്ന പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണം, എന്നാലേ ക്ലിയർ ആവത്തുള്ളൂ. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ നമ്മൾ ഡെഡ് ലോഡും ലൈവ് ലോഡും രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ബാക്കി 2 ക്വസ്റ്റ്യനിലും നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, ഇടയ്ക്കിടയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷേ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ജംഗ്ഷനിൽ മൊമെന്റ് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. കാൽക്കുലേഷൻസ് എല്ലാം സെയിം ആണ്. അല്ല, അപ്പൊ അടുപ്പിച്ചെടുത്തിപ്പോ 4 ബേയുള്ള അല്ല, ഇപ്പൊ 4 ബേ ചോദിച്ചിട്ട് ആദ്യത്തെ 2 മെമ്പേഴ്സിന്റെ ഇടയ്ക്കത്തെ ജംഗ്ഷൻ ചോദിച്ചാലും അവിടെ രണ്ടിടത്തും ഈ മിക്സഡ് കൊടുത്തിട്ട് ബാക്കി രണ്ടിടത്തും ലൈവ് ലോഡ് മാത്രം കൊടുത്താൽ മതി. അല്ല, ഡെഡ് ലോഡ് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. അതിന്റെ കുറെ കേസസ് എന്ന് പറയുന്നത് നമ്മുടെ തിയറി പോർഷനിലുണ്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ ഈ കേസസ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ സാർ. നിങ്ങൾക്ക് വേറെ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. എന്ത് ഡൗട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല. സാറിപ്പോ ഇന്റർമീഡിയറ്റ് സ്പാൻ എടുക്കുമ്പോഴേ നമ്മള് മേലോട്ട് നിക്കുന്നതിന്റെ ലോഡ് താഴോട്ട് വരത്തില്ല, അപ്പൊ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഇന്റർമീഡിയറ്റ് സ്പാൻ എടുക്കുമ്പോ അതിന്റെ മേലിലോട്ട് കുറെ നിപ്പില്ലേ, അപ്പം അതിന്റെ അതുമൂലമുള്ള ലോഡ്സ് നമ്മള് ഇതിന്റെ കൂടെ എടുക്കണ്ടേ? വേണ്ട, നമ്മൾ എപ്പോഴും ഇന്റർമീഡിയറ്റ് സ്പാൻ എടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുകളിലത്തെ സപ്പോർട്ട് ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേളിലോട്ടുള്ള ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ബേ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. നമ്മളെപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജംഗ്ഷൻസ് ഫിക്സഡ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. അപ്പൊ ഈ ഡെഡ് ലോഡും ലൈവ് ലോഡും എവിടുന്നാ വരുന്നത്? ഡെഡ് ലോഡും ലൈവ് ലോഡും നമ്മുടെ ഒന്നെന്ന് പറയുന്നത് ബീമിന്റെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്ലോറിന്റെ സെൽഫ് വെയിറ്റും ഫ്ലോറിന്റെ ഫിനിഷസിന്റെ ലോഡിങ്ങും അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ ഫ്ലോറിനും നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നത്. കാര്യം ഓരോ ഫ്ലോറിലും ഈ ലോഡിങ്സ് വരും. അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഒരു ഫ്ലോറിന്റെ ഫിനിഷസ്, പിന്നെ ആ ഫ്ലോറിന്റെ ബീമിന്റെ സെൽഫ് വെയിറ്റ്, സ്ലാബിന്റെ സെൽഫ് വെയിറ്റ്, ഇത് ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഡെഡ് ലോഡായിട്ട് എടുക്കുന്നത്. ലൈവ് ലോഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ എന്തെങ്കിലും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബെഞ്ചസ്, ഡെസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, ഫർണിച്ചേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലൈവ് ലോഡായിട്ട് അസ്യൂം ചെയ്യുന്നത്.
ക്ലിയർ ആയ നസീം? ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് SA3 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ആൻസർ കിട്ടിയോ? കിട്ടി സർ. എല്ലാവർക്കും കിട്ടിയോ? അപ്പോൾ ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇലക്റ്റീവിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള എല്ലാ മെത്തേഡ്സും കൂടി ചേർത്തിട്ട് ഞാൻ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഞാൻ അസൈൻമെൻറ്റ് നമ്മുടെ ക്ലാസ് റൂമിൽ ഞാൻ ഇടുന്നുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെ ഞാൻ ഇടുന്നുണ്ടത്. അപ്പം ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റും ഞാൻ ഇട്ടിരിക്കാം. നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക. ഒന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ സിലബസ് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം. സാറേ ഇനി 2 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം 2 മണിക്ക് ഏത് ക്ലാസ്? അതായത് 3rd അവർ ഫ്രീ ആയിരുന്നു, അപ്പൊ അത് 2 മണിക്കാണ്. ആരുടെ അവറായിരുന്നു? എൻവയൺമെന്റിൽ ആഗ്നസ്. ഓക്കെ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഇതൊന്ന് കാണിച്ചിട്ട് ഞാൻ നിർത്താം. ഒരു 2 മിനിറ്റ്. ഇത് കിട്ടുന്നില്ലേ? നെറ്റ് കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇപ്പം കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ എറേഴ്സ് പഠിച്ചു, ലീനിയർ ഇക്വേഷൻസ്, പിന്നെ എലിമിനേഷൻ മെത്തേഡ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഗോസ് ഇഡൽ ഐറ്ററേഷൻ മെത്തേഡ്, ഐഗൻ വാല്യൂ പ്രോബ്ലംസ്, പവർ മെത്തേഡ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ സിലബസ് ഇട്ടിരിക്കുന്നതിനകത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് മൊഡ്യൂൾ ഒപ്റ്റിമൈസേഷനാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ന്യൂമറിക്കൽ മെത്തേഡ്സ്, സെക്കൻഡ് മൊഡ്യൂൾ ഒപ്റ്റിമൈസേഷൻ, തേർഡ് മൊഡ്യൂൾ ന്യൂമറിക്കൽ മെത്തേഡ്സ്, ഫോർത്ത് മൊഡ്യൂൾ ഒപ്റ്റിമൈസേഷൻ, ഫിഫ്ത്ത് മൊഡ്യൂൾ ന്യൂമറിക്കൽ മെത്തേഡ്സ്, സിക്സ്ത് മൊഡ്യൂൾ ഒപ്റ്റിമൈസേഷൻ. അപ്പം ഇടയ്ക്കിടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മൊഡ്യൂൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് പഠിച്ചതിന് ശേഷം മൂന്നാമത്തെ മൊഡ്യൂളിലും ന്യൂമറിക്കൽ മെത്തേഡ്സാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളിലെ ന്യൂമറിക്കൽ മെത്തേഡ്സ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഒപ്റ്റിമൈസേഷൻ നമ്മൾ ഒരുമിച്ചങ്ങ് പഠിക്കും. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ആയിരിക്കും. ഓക്കെ, കേട്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യും. മൊഡ്യൂൾ 3 ലഗ്രാഞ്ചൻ ഇന്റർപോളേഷൻ മെത്തേഡ്സ് ആണ്. അപ്പം അതോട്ടായിരിക്കും നമ്മൾ ഇനിയിപ്പം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു. ഞാനിത് റെക്കോർഡിങ് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. താങ്ക് യു.